നായപ്പേടിയിൽ നാടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. രോഗബാധിതരായ തെരുവുനായ്ക്കളെ ദയാവധ നടത്താൻ സർക്കാർ അനുമതി നൽകും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റേതാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ വന്ധ്യംകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. സംസ്ഥാനത്ത് ഓരോ ദിവസവും തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിർണായക നീക്കം. തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിർണായക ഇടപെടൽ. അസുഖമുള്ളതോ രോഗം പടർത്താൻ സാധ്യതയുള്ളതോ ആയ തെരുവുനായ്ക്കളെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ ഇനി മുതൽ അനുമതി നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും അനുമതി നൽകാൻ അവകാശം. മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അതുപ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ഓഗസ്റ്റ് മാസം മുതൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കുടുംബശ്രീയുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. 152 ബ്ലോക്കാണുള്ളത്. ഒരു ബ്ലോക്കിൽ 1 എന്ന നിലയിൽ പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ലഭ്യമാക്കും. 2-3 ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ, അത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം. വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല. 28 ലക്ഷം രൂപയാണ് പോർട്ടബിൾ ABC യൂണിറ്റിന്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കും യൂണിറ്റുകൾ വാങ്ങുക. കൂടുതൽ നായപിടുത്തക്കാരെ നിയമിക്കുവാനും സർക്കാർ തീരുമാനമുണ്ട്. നായകൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അറിയിച്ചു. ചിപ്പ് ഓരോ നായ്ക്കൾക്കും ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 12 അക്ക നമ്പറാണ് നമ്മുടെ ചെവിയിലോ ഏതെങ്കിലും അതിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഇഞ്ചെക്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ നായി എവിടത്തെയാണെന്നുള്ളത് അറിയാം. അഡ്രസ്സൊക്കെ അതിൽ കാണും. നായി വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നറിയാം. നായ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം. എല്ലാ കാര്യങ്ങളും കിട്ടും. ABC സെന്ററുകൾക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നവർക്കെതിരെ കേസെടുക്കുവാനും തീരുമാനമുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും ഇതിനായി ജനകീയ സമിതി രൂപീകരിക്കും. ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഇപ്പോൾ തെരുവുനായ. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ തീരുമാനത്തോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നല്ലതാണ്, സർക്കാർ ഇപ്പം ചെയ്തത് നല്ലതാണ്. ഇത് നേരത്തെ ചെയ്യാനുള്ളായിരുന്നു. തീരുമാനത്തെ യോജിക്കുന്നു. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കൊല്ലുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കൊച്ചു കുട്ടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെ നമ്മൾ നോക്കേണ്ട ചുമതല നമുക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. വർഷങ്ങളായി തെരുവുനായ നിയന്ത്രണത്തിന് സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഇതിനായി ചിലവാക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുണ്ടാകുന്നത്. പുതിയ പദ്ധതി നടപ്പിലാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ആക്രമണവും പേവിഷബാധയേറ്റുള്ള മരണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനവും. അത് നായകളെ, ഇത്തരത്തിൽ രോഗബാധയുള്ള നായകളെ കൊല്ലുവാനുള്ള തീരുമാനവും ഒക്കെ വരുന്നത്.